ത്രിയേക ദൈവത്തിൻ്റെ വന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്ലീബ പെരുന്നാളിന് ശേഷമുള്ള മൂന്നാമത്തെ ഞായറാഴ്ച, വിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വേദഭാഗം വളരെ പ്രശസ്തമായ വേദഭാഗമാണ്. കർത്താവ് പഠിപ്പിക്കുന്ന ഒരു ഉപമയാണ്. എത്രയോ ഉപമകൾ കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ഉപമകളും അതീവ ഹൃദ്യമാണ്. ഉപമകൾ സംവേദനാത്മകമാണ്. കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്ന ഉപമ എന്ന് പറയുന്നത് ഉത്തമ കാര്യവിചാരകനായി തീരുക എന്ന ആന്തരിക അർത്ഥത്തിലാണ് ഈ ഉപമ അവതരിപ്പിക്കുന്നത്. ഈ ഉപമ 2 ഭാഗമാണുള്ളത്. 1 മുതൽ 8 വരെയുള്ള വേദഭാഗത്ത് അതിൻ്റെ സംഭാഷണമാണ്. 9 മുതൽ 13 വരെയുള്ള വേദഭാഗം അതിൻ്റെ വിശകലനമാണ്. ഈ വേദഭാഗത്ത് കണ്ടെത്തുന്ന പ്രധാന കഥാപാത്രങ്ങൾ 4 പേരാണ്. ഒരു ധനികനായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കാര്യവിചാരകൻ കടം ഇളച്ചു കൊടുക്കുന്ന 2 ഭൃത്യന്മാർ. ഇങ്ങനെ 4 പേരെയാണ് ഈ കഥയിൽ, ഉപമയിൽ അവതരിപ്പിക്കുന്നത്. യേശു അവതരിപ്പിക്കുന്ന ഈ വേദഭാഗം വളരെ പ്രധാനമാണ്. ധനവിനിയോഗം എങ്ങനെയായിരിക്കണം? ധനത്തെക്കുറിച്ച് ഇവിടെ അവതരിപ്പിക്കുന്ന പദം മാമോൻ എന്നാണ്. അതിന് ധനം എന്ന് മാത്രമല്ല അർത്ഥം. ആർഭാടം, സമ്പത്ത്, സുഖസൗകര്യങ്ങൾ, ദൈവത്തിൽ നിന്ന് അകന്ന് എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ ആസക്തരാകുന്നോ അതെല്ലാം മാമോൻ എന്ന പദത്തിൻ്റെ വിശാല അർത്ഥതലങ്ങളിൽ ഉൾക്കൊള്ളുന്നതാണ്. ഈ വേദഭാഗത്ത് അവതരിപ്പിക്കുന്ന പ്രധാന വാക്യങ്ങൾ ശ്രദ്ധേയമാണ്. ഈ ധനികനായ യജമാനൻ കാര്യസ്ഥനെ വിളിച്ച് പറയുന്നതാണ് പ്രധാന വാക്യങ്ങളിൽ ഒന്ന്. നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ഏൽപ്പിക്കുക. നമ്മളൊക്കെ എത്രയോ തലങ്ങളിൽ വിവിധങ്ങളായ കണക്കുകളിൽ വ്യാപൃതരാണ്. അക്കൗണ്ടബിലിറ്റി, കണക്കിൻ്റെ കൃത്യത യജമാനൻ ചോദിക്കുകയാണ്. നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് തരിക. അതാണ് 2-ാമത്തെ വാക്യം. 9-ാമത്തെ വാക്യത്തിൽ കർത്താവ് പഠിപ്പിക്കുന്നു, അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾ സ്നേഹിതരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ. മനോഹരമായ മറ്റൊരു വാക്യമാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്: മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്നതും സുഹൃത്തുക്കളെ നേടുന്നതിനുമായി നമ്മുടെ ഭൗതിക സമ്പത്ത് വിനിയോഗം ചെയ്യുക. അത് തീർന്നു കഴിയുമ്പോൾ സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. 10-ാമത്തെ വാക്യം, അല്പത്തിൽ വിശ്വസ്തൻ അധികത്തിലും വിശ്വസ്തനാകും. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ദൈവം നമ്മെ ഫലമേൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോടെ, ഭംഗിയോടെ നിർവഹിക്കുക എന്നതാണ് 10-ാമത്തെ വാക്യം. 13-ാമത്തെ വാക്യം, ഈ ഉപമയിൽ കൂടി കർത്താവ് അവതരിപ്പിക്കുന്ന ദർശനം ഇതാണ്: 2 യജമാനന്മാരെ ഒരുപോലെ സേവിക്കുവാൻ കഴിയുകയില്ല. അതാണ് 13-ാമത്തെ വാക്യം. 13-ാമത്തെ വാക്യത്തിൻ്റെ സമാപനം, ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കുവാൻ കഴിയുകയില്ല. ഇങ്ങനെ 5 വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വേദഭാഗ വിശകലനങ്ങളിൽ നമ്മുടെ മുന്നിൽ എത്തുന്നത് എനിക്കൊരു നല്ല കാര്യവിചാരകനായി തീരുവാൻ കഴിയുമോ എന്നുള്ളതാണ്. ഒരു നല്ല സ്റ്റുവേർഡായി തീരുവാൻ കഴിയുമോ എന്നുള്ളതാണ്. ഒയ്ക്കണോമോസ് എന്ന പദമാണ് ഗ്രീക്കിൽ അവതരിപ്പിക്കുന്നത്. ദി മാനേജർ ഓഫ് ദി ഹൗസ് ഹോൾഡ്, ഗൃഹവിചാരകൻ എന്നർത്ഥം. ഫലപ്രദമായി, ഹൃദ്യമായി, കൃത്യതയോടെ ഗൃഹവിചാരകത്വം നിർവഹിക്കുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. അത് ഭൗതികമായ സമ്പത്തിൻ്റെയും അനീതിയുടെ ഘടനയുടെയും ജീർണമായ മാർഗങ്ങളിൽ കൂടിയും കടന്നുപോയാൽ ഈ ഗൃഹവിചാരകത്വത്തിൽ ജീർണത സംഭവിക്കും, അപജയം സംഭവിക്കും. കുടുംബത്തിലായാലും സഭയിലായാലും സാമൂഹിക രാഷ്ട്രീയ ബന്ധങ്ങളിലായാലും ഈ കാര്യവിചാരകത്വം ഫലപ്രദമായി, നീതിപൂർവം, ദൈവികമായി
നിർവഹിക്കുക എന്നതാണ് നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. അതുകൊണ്ട് ഈ വേദഭാഗം 4 കാര്യങ്ങളാണ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. എങ്ങനെയുള്ള കാര്യവിചാരകനായി തീരണം? ഈ ഉപമയിൽ അവതരിപ്പിക്കുന്ന കാര്യവിചാരകനെ പലതരത്തിലാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. വിവിധ ഭാഷാന്തരങ്ങളിൽ അനീതിയുള്ള കാര്യവിചാരകൻ, തന്ത്രശാലിയായ കാര്യവിചാരകൻ, അവിശ്വസ്തനായ കാര്യവിചാരകൻ, കൗശലക്കാരനായ കാര്യവിചാരകൻ, അന്യായക്കാരനായ കാര്യവിചാരകൻ. ഇത് വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നു. അനീതിയുടെയും തന്ത്രത്തിൻ്റെയും അവിശ്വസ്തതയുടെയും കൗശലത്തിൻ്റെയും അന്യായത്തിൻ്റെയൊക്കെ മാർഗങ്ങൾ നമ്മുടെ കാര്യവിചാരകത്വത്തിൽ ഉണ്ടാകുന്നെങ്കിൽ അത് നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നതും ദൈവത്തെയും ധനത്തെയും ഒരുപോലെ ചേർത്ത് പിടിക്കുവാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നവരുമാണ്. അപ്പോൾ കർത്താവ് കൃത്യമായി പഠിപ്പിക്കുന്നു, ഒന്നുകിൽ ദൈവം അല്ലെങ്കിൽ ഭൗതികത, രണ്ടും കൂടി ഒരുപോലെ കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയില്ല. ഈ ഉപമ നമ്മോട് പറയുന്നു, ഉത്തമ കാര്യവിചാരകനായി തീരുക. എന്താണ് ഉത്തമ കാര്യവിചാരകൻ്റെ സത്കർമ്മങ്ങൾ? 1, വിവേകമുള്ള കാര്യവിചാരകനായിരിക്കണം. വിവേകമുള്ള കാര്യവിചാരകൻ എന്ന് പറയുമ്പോൾ കൃത്യമായും യുക്തമായും അർത്ഥം ഉൾക്കൊള്ളുന്ന കാര്യവിചാരകനായിരിക്കണം. അറിവും വൈദഗ്ധ്യവും നമുക്ക് ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ ഒരു സവിശേഷതയായിട്ടാണ് ഈ വിവേകത്തെ അവതരിപ്പിക്കുന്നത്. ജ്ഞാനമുള്ള കാര്യവിചാരകൻ, ഉൾക്കാഴ്ചയുള്ള കാര്യവിചാരകൻ, ഭാവിയെക്കുറിച്ച് ബോധ്യമുള്ള കാര്യവിചാരകൻ, ധനവിനിയോഗം കൃത്യമായി വിനിമയം ചെയ്യുന്ന കാര്യവിചാരകൻ. അതുകൊണ്ട് വിവേകമുള്ള കാര്യവിചാരകനായി തീരുവാൻ എനിക്ക് കഴിയണം, നമുക്ക് കഴിയണം. രണ്ടാമതായി, വിശ്വസ്തതയുള്ള കാര്യവിചാരകൻ. ആത്മീയ ജീവിതത്തിലെ പ്രധാനപ്പെട്ട അർത്ഥതലമാണ് ഈ വിശ്വസ്തത എന്ന് പറയുന്നത്. ആത്മീയ ഫലത്തിൽ ഒന്നാണ് ഈ വിശ്വസ്തത എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കാര്യവിചാരകർ വിശ്വസ്തരായിരിക്കുമെന്നാണ് പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. നല്ലവനും വിശ്വസ്തനുമായ ദാസ എന്നാണ് താലന്തുകളുടെ ഉപമയിൽ പറയുന്നത്. കാര്യവിചാരകത്വത്തിൻ്റെ കണക്ക് നമ്മൾ കൊടുക്കണം, നമ്മൾ സൂക്ഷിക്കണം, വിശ്വസ്തമായി അത് നമ്മൾ വിനിമയം ചെയ്യണമെന്നുള്ളതാണ്. വിശ്വസ്തതയുള്ള ഒരു കാര്യവിചാരകനായി എനിക്കായിത്തീരുവാൻ കഴിയുമോ? 3-ാമതായി, സുതാര്യതയുള്ള കാര്യവിചാരകൻ. കണക്ക് കൃത്യമായി എഴുതുക. അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിക്കുന്നത്, കണക്കിൽ തിരിമറി പാടില്ല, കണക്കിൽ വക്രീകരണം പാടില്ല, കണക്കിൽ 2, 3, 4 പക്ഷമുണ്ടാകുവാൻ പാടില്ല. അതുകൊണ്ട് ഈ ഉപമയിൽ തന്നെ കാര്യവിചാരകനെ ധനികനായ പ്രമാണി വിളിക്കുമ്പോൾ കണക്കിലുള്ള കള്ളത്തരങ്ങൾ അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് ഈ കടക്കാരുടെ കടം ഇളച്ചു കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ കടം ഇളച്ചു കൊടുക്കുന്നത് കൃത്യമായിട്ട് അവിടെ അവതരിപ്പിക്കുകയാണ്. കടം ഇളച്ചു കൊടുക്കുകയാണ്. നിനക്ക് എത്ര കടമുണ്ടായിരുന്നു? എനിക്ക് 100 കുടം എണ്ണ, അത് വെട്ടുക 50 എന്ന് എഴുതുക. നിനക്ക് എത്ര കടമുണ്ടായിരുന്നു? എനിക്ക് 100 പറ ഗോതമ്പ്, അത് വെട്ടുക 80 എന്നെഴുതുക. കണക്കിലെ സുതാര്യതയെ ഈ കാര്യവിചാരകൻ പരിപാലിച്ചില്ല. ഈ കാര്യവിചാരകന്റെ നിലനിൽപ്പും അസ്തിത്വവും നഷ്ടപ്പെടുന്നുവെന്ന് മനസ്സിലായപ്പോൾ കണക്കിൽ തിരിമറി നടത്തുവാനും കടം ഇളച്ചു കൊടുക്കുവാനും അത് ഏതുതര അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും ഈ കാര്യവിചാരകൻ തയ്യാറാകുന്നു. പലപ്പോഴും നമ്മുടെ കണക്കിൽ, ധനവിനിയോഗത്തിൽ ഈ സുതാര്യത സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. അതാര് നോക്കിയാലും, എവിടെ നോക്കിയാലും, എങ്ങനെ നോക്കിയാലും, എപ്പോൾ നോക്കിയാലും അത് കൃത്യമായി തീർക്കുവാൻ കഴിയണം. 4-ാമതായി, കാര്യവിചാരകത്വം എന്ന് പറയുന്നത് പ്രതിബദ്ധതയുള്ള കാര്യവിചാരകൻ ആയിരിക്കണം. പ്രതിബദ്ധതയുള്ള കാര്യവിചാരകത്വം, ലോയൽ ആൻഡ് ഒബീഡിയൻറ്റ്, യജമാനനോട് വിശ്വസ്തതയും അനുസരണവും ഉള്ള ഒരനുഭവം. വിശ്വസ്തനായ ദാസൻ, വിധേയനായ ദാസൻ, ദൈവത്തോടുള്ള വിധേയത്വം, ദൈവത്തോടുള്ള വിശ്വസ്തത, ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി പരിപാലിക്കുക എന്നുള്ളതാണ്.
അതുകൊണ്ട് ഈ വേദഭാഗം നമ്മോട് തന്നെ ആഹ്വാനം ചെയ്യുന്നത് വിശ്വസ്തതയുള്ള കാര്യവിചാരകനായി തീരുക, വിവേകമുള്ള കാര്യവിചാരകനായി തീരുക, സുതാര്യതയുള്ള കാര്യവിചാരകനായി തീരുക, സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യവിചാരകനായി തീരുക. ധനം പങ്കിടുവാനുള്ളതാണ്. ധനം നമുക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുവാനുള്ളതല്ല. ദൈവം തന്ന ദാനം മറ്റുള്ളവരെ കരുതുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരുടെ കണ്ണുനീർ തുടയ്ക്കുവാനുമുള്ളതാണ് നമുക്ക് ദൈവം ദാനമായി തന്നിട്ടുള്ള ധനം. ധനം മാത്രമല്ല, നമ്മുടെ സമയം, നമ്മുടെ കഴിവ്, നമ്മുടെ വിവിധങ്ങളായ നൈപുണ്യങ്ങൾ, വൈദഗ്ധ്യം, ഇതൊക്കെ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. ധനത്തിന് വേണ്ടി മാത്രം ജീവിക്കുകയും ഇടയ്ക്കിടയ്ക്ക് ദൈവത്തോട് അടുത്തു വരികയും ചെയ്യുന്ന സമീപനത്തെ കർത്താവ് നിഷേധിക്കുന്നു. അതുകൊണ്ടാണ് കൃത്യമായി പറയുന്നത്, ദൈവത്തെയും മാമോനെയും ഒരുപോലെ സ്നേഹിക്കുവാൻ സേവിക്കുവാൻ കഴിയുകയില്ല. ഭൗതികതയെ നമുക്ക് നിയന്ത്രിക്കാം, ദൈവത്തോട് അടുത്തു വരാം. അതുകൊണ്ട് അവിശ്വസ്തനായ ദാസൻ കാര്യവിചാരകൻ എന്നുള്ള ശബ്ദം നമുക്ക് കേൾക്കുവാൻ ഇടവരരുത്. വിശ്വസ്തനായ ദാസൻ, വിവേകമുള്ള ദാസൻ, വിശ്വസ്തതയുള്ള ദാസൻ, സുതാര്യതയുള്ള കാര്യവിചാരകൻ, പ്രതിബദ്ധതയുള്ള കാര്യവിചാരകൻ എന്ന ദൈവിക ശബ്ദം കേൾക്കുവാൻ നമുക്ക് ഇടയാകണം. അഭിവന്ദ്യനായ ഒസ്താത്യോസ് തിരുമേനി പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: ദരിദ്ര ലോകത്തിൽ സമ്പന്നനായിരിക്കുന്നത് പാപമാണ്. ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ വലിയ ദർശനം അതായിരുന്നു. ദൈവം തന്നിരിക്കുന്ന നമ്മുടെ സമ്പത്ത് പാവങ്ങൾക്ക് വേണ്ടി പങ്കിട്ട് അവരെ കരുതി മുഖ്യധാരയിൽ കൊണ്ടുവരുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നൈപുണ്യം, വൈദഗ്ധ്യം ഫലപ്രദമായി വിനിയോഗിക്കണം എന്നുള്ളതാണ്. പങ്കിടുന്ന ദൈവം, പങ്കിടുന്ന ലോകം, പങ്കിടുന്ന മനസ്ഥിതി നമുക്ക് വളർത്തിയെടുക്കാം. വിശ്വസ്ത കാര്യവിചാരകത്വം നമ്മുടെ ഇടയ ശുശ്രൂഷയിൽ, ഗ്രഹവിചാരങ്ങളിൽ പങ്കിടുവാനും ഫലപ്രദമാക്കുവാനും ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ വാഴ്ത്തട്ടെ.